ഇഡിക്ക് അനുകൂലമാകുമെന്ന് തന്നെ അവർ പ്രതീക്ഷിച്ചതുമാണ്. അതുകൊണ്ട് തന്നെ ഇനിയുള്ള നീക്കങ്ങൾ അത് നിർണായകമല്ലേ? അല്പസമയത്തിനുള്ളിൽ തന്നെ ഇഡി ഡയറക്ടർ രാഹുൽ നവീൻ കൊച്ചിയിലെ ഇഡി ഓഫീസിലേക്ക് എത്തും. അദ്ദേഹം താജ് വിവാദയിലാണ് താമസിക്കുന്നത്. അവിടെ നിന്നും ഇഡി ഓഫീസിലേക്ക് പുറപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹം കാത്തിരിക്കുകയായിരുന്നു ഈ ഒരു വിധിക്ക് വേണ്ടി. വിധി വന്നതിന് ശേഷം തുടർ നടപടികൾ സ്വീകരിക്കാമെന്നാണ് ഇഡി ഉദ്യോഗസ്ഥർ തീരുമാനിച്ചിരുന്നത്. എന്തായാലും ആ വിധി അനുകൂലമാകുമെന്ന ഒരു പ്രതീക്ഷയും ഇഡി ഉദ്യോഗസ്ഥർക്കുണ്ടായിരുന്നു. ആ വിധി അനുകൂലമായിരിക്കുകയാണ്. അന്വേഷണത്തിന് യാതൊരു തടസ്സവുമില്ല. അന്വേഷണം നടക്കട്ടെ. സിംഗിൾ ബെഞ്ചിന്റെ ഉത്തരവ് ഡിവിഷൻ ബെഞ്ചും ശരിവെക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തി നിൽക്കുമ്പോൾ ഇനി നമുക്ക് അറിയേണ്ടത് എന്തായിരിക്കും ഇഡി ഉദ്യോഗസ്ഥരുടെ അടുത്ത നടപടി എന്നത്. എന്നാണ് വീണ വിജയനെയും ശശിധരൻ കർത്തയെയും മകനെയും ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുക എന്നതാണ്. അദ്ദേഹത്തെ സ്വീകരിക്കുന്നതിന് വേണ്ടി ഇഡി ഉദ്യോഗസ്ഥരും പുറത്തു നിൽക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. പോലീസുകാരുണ്ട്. ഏതെങ്കിലും തരത്തിലുള്ള ഒരു സുരക്ഷാ വീഴ്ച ഉണ്ടാകാതിരിക്കാൻ തന്നെ പ്രത്യേകിച്ച് പോലീസിന്റെയും ഒരു സാന്നിധ്യം ഇവിടെയുണ്ട്. ബാരിക്കേഡുണ്ട്. 5 വർഷത്തിന് ശേഷമാണ് ഇഡി ഡയറക്ടർ രാഹുൽ നവീൻ കൊച്ചിയിലേക്ക് എത്തുന്നത്. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകാം എത്രമാത്രം ഗൌരവത്തോടുകൂടി തന്നെയാണ് ഇഡി ഈ ഒരു കേസിനെ പരിഗണിക്കുന്നത്. പ്രത്യേകിച്ച് തിരുവനന്തപുരത്തുണ്ടായ അക്രമ സംഭവങ്ങൾ, ഇഡി ഉദ്യോഗസ്ഥർക്കെതിരായിട്ടുള്ള ആക്രമണം, അവരുടെ വാഹനം തല്ലിത്തകർത്തു. ഈ ഒരു സാഹചര്യം കൂടി മുൻനിർത്തിക്കൊണ്ട് തന്നെയാണ് അതീവ സുരക്ഷയോടുകൂടി അല്ലെങ്കിൽ എത്രയും വേഗം ഈ കേസിൽ തുടർ നടപടികൾ സ്വീകരിക്കുന്നതിന് വേണ്ടി തന്നെയാണ് ഇഡി ഡയറക്ടർ നേരിട്ടെത്തി ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തുന്നത്. ഉദ്യോഗസ്ഥർ മാത്രമല്ല അഭിഭാഷകരും ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. അഭിഭാഷകരും ചേർന്നുള്ളൊരു യോഗം, ഇഡി ഉദ്യോഗസ്ഥർ അഭിഭാഷകർ അടക്കമുള്ളവരാണ് ഈ യോഗത്തിൽ എത്തുന്നത്. എന്തായാലും തീർച്ചയായും നവമി സൂചിപ്പിക്കുന്ന പോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട യോഗം ആണ് ചേരാൻ പോകുന്നത്. ഇതിൽ നവമി നമുക്ക് എടുത്തു പറയേണ്ടത് ഈ CMRL പലതവണയായി പല കോടതികളെ അടക്കം സമീപിച്ച പശ്ചാത്തലമുണ്ടാകുന്നു. SFIയുടെ അന്വേഷണത്തിൽ അടക്കം തടയിടുന്നതിന് വേണ്ടി ഡൽഹി ഹൈക്കോടതിയെ ഉൾപ്പെടെ സമീപിച്ച സാഹചര്യം ഉണ്ടാകുന്നു. അങ്ങനെ കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം വഴിമുടക്കുന്നതിന് വേണ്ടി പല തവണയായി കോടതികളെ സമീപിച്ച പശ്ചാത്തലം ആണ് ഉള്ളത്. അത് ഇഡിക്കും കൃത്യമായി ബോധ്യമുള്ളതാണ്. നമ്മുടെ നിയമ സംവിധാനങ്ങൾ അനുസരിച്ച് അങ്ങനെ പരാതി നൽകുവാൻ എല്ലാവർക്കും അവകാശമുണ്ട്. കോടതിയുടെ ഭാഗത്ത് പരാതി ലഭിക്കുമ്പോൾ പ്രാഥമികമായി അതിൽ വാദപ്രതിവാദങ്ങൾ ഉണ്ടാകേണ്ടതുണ്ട്. ആ ഒരു സമയപരിധി ആണ് ഇഡി അഭിമുഖീകരിക്കുന്ന വലിയ പ്രതിസന്ധി. നമുക്കറിയാമല്ലോ, കഴിഞ്ഞ ദിവസം തന്നെ ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ച് ഇഡിക്ക് അന്വേഷണം തുടരാൻ അനുമതി നൽകുന്നു. 24 മണിക്കൂറിനകം പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ വസതിയിൽ അടക്കം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പരിശോധന നടത്തി എന്നുള്ളതാണ്. അതായത് ഓരോ നിമിഷവും വിലപ്പെട്ടത് എന്ന് ഇഡിക്ക് കൃത്യമായ ബോധ്യമുണ്ട്. ഇനി അടുത്ത സാധ്യത എന്നത് CMRLനെ സംബന്ധിച്ചിടത്തോളം സുപ്രീം കോടതിയെ സമീപിക്കുക, അടിയന്തരമായി ഹൈക്കോടതി വിധിക്ക് സ്റ്റേ വാങ്ങുക എന്നുള്ളതാണ്. ആ സമയപരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് എന്തൊക്കെ ചെയ്യാൻ സാധിക്കുമെന്നത് ഇഡിയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ടതല്ലേ? ഒരുപക്ഷെ ഈ മണിക്കൂറുകൾക്ക് ഉള്ളിൽ തന്നെ നിർണായകമായ നീക്കങ്ങൾ ഇഡിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായേക്കാം. വീണയെ ചോദ്യം ചെയ്യുന്നതിന് വേണ്ടി വിളിപ്പിച്ചേക്കാം. ചോദ്യം ചെയ്യലിൽ വ്യക്തതയില്ല എങ്കിൽ അറസ്റ്റ് പോലെയുള്ള നടപടികൾ ഉണ്ടാകാം. ശശിധരൻ കർത്തയെയും വീണയെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യാം, വെവ്വേറെ ചോദ്യം ചെയ്യാം, കൂടുതൽ ഡോക്യുമെന്റുകൾ പിടിച്ചെടുക്കാം. അങ്ങനെയുള്ള പല സാധ്യതകളുമാണല്ലോ ഇനി മുന്നിൽ തെളിയുന്നത്. നവമി, അതെ അഭിലാഷ്, ഇനി ഇഡി ഉദ്യോഗസ്ഥരെ സംബന്ധിച്ച് അവർ ഏറ്റവും പ്രധാനമായും നോക്കുന്നത് വീണ വിജയനെ എന്ന് ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കാം എന്നത് തന്നെയാണ്. വീണ വിജയനെ മാത്രമല്ല മറ്റ് ശശിധരൻ കർത്തി ആയിക്കോട്ടെ, ശശിധരൻ കർത്തയുടെ മകനെ ആയിക്കോട്ടെ, ഇവരെല്ലാം ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുക. ഒപ്പം നേരത്തെ ശേഖരിച്ച തെളിവുകൾ നമുക്കറിയാം. തിരുവനന്തപുരത്ത് നിന്നും വീണയുടെ വീട്ടിൽ നടത്തിയ റെയ്ഡിൽ നിന്നും നിർണായകമായിട്ടുള്ള ചില രേഖകൾ പിടിച്ചെടുത്തു എന്നാണ് ഇഡി ഉദ്യോഗസ്ഥർ പറയുന്നത്. ആ ഒരു സാഹചര്യത്തിൽ ആ തെളിവുകളും ഒപ്പം തന്നെ പിടിച്ചെടുത്ത വീണ വിജയന്റെ പിടിച്ചെടുത്ത മൊബൈൽ ഫോൺ, ഒപ്പം ഈ ശശിധരൻ കർത്തയുടെ ലാപ്ടോപ്പ്, ഇതടക്കം പരിശോധിച്ച് ഇതെല്ലാം നിരത്തിയുള്ള ഒരു പരിശോധനയും ചോദ്യം ചെയ്യലും തന്നെയാണ് അടുത്ത ഘട്ടത്തിലായി ഉണ്ടാകുക. എന്നായിരിക്കും ഈ ഒരു ചോദ്യം ചെയ്യൽ ഉണ്ടാകുക എന്നതാണ് നമ്മൾ ഉറ്റുനോക്കുന്നത്. ഇതിപ്പോൾ നമ്മൾ ദൃശ്യങ്ങൾ കാണുന്നത് ഇഡി ഡയറക്ടർ രാഹുൽ നവീനെ സ്വീകരിക്കുന്നതിന് വേണ്ടി ഇഡിയുടെ തന്നെ കൊച്ചിയിലെ മുതിർന്ന ഉദ്യോഗസ്ഥർ എത്തി നിൽക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. അവർക്ക് അദ്ദേഹത്തിന് സംരക്ഷണം ഒരുക്കി കേരള പോലീസും ഇവിടെ എത്തിയിട്ടുണ്ട്. പോലീസിന്റെ സുരക്ഷ
സുരക്ഷയും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. അത്തരത്തിൽ ഇനി അദ്ദേഹത്തിന്റെ ഇന്ന് നടക്കുന്ന യോഗം അത്രയേറെ നിർണായകമായിട്ടുള്ളതാണ്. പ്രത്യേകിച്ച് കോടതിയിൽ നിന്ന് പോലും അനുകൂലമായിട്ടുള്ള ഒരു വിധി വന്നിരിക്കുന്ന സാഹചര്യത്തിൽ നിലവിൽ ശേഖരിച്ച തെളിവുകളുമായി പരിശോധിച്ച് അല്ലെങ്കിൽ അതുമായി ഒത്തുവെച്ചുകൊണ്ട് ED ഉദ്യോഗസ്ഥർ ഇവരെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുക. കൃത്യമായിട്ടുള്ള തെളിവുകൾ അല്ലെങ്കിൽ കോടതിയിലേക്ക് ഇത് സമർപ്പിക്കുമ്പോൾ കൃത്യമായിട്ടുള്ള തെളിവുകൾ, സാക്ഷിമൊഴികൾ, ഇവരുടെ മൊഴികൾ ഇതെല്ലാം തന്നെയാണ് EDയും മുന്നോട്ട് വെക്കുന്നത്. ആ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഈ ചോദ്യം ചെയ്യലും അല്ലെങ്കിൽ ഇന്നത്തെ യോഗവും ഒക്കെ അത്രയും നിർണായകമാകുന്നത്. തിരുവനന്തപുരത്ത് നടത്തിയ അതിക്രമമൊക്കെ മുന്നിലുണ്ട്, നമുക്ക് മുന്നിലുണ്ട്. നമ്മൾ കണ്ടതാണ് ഒരു കേന്ദ്ര ഏജൻസിക്കെതിരെ ഏത് തരത്തിലുള്ള ഒരു പ്രതിഷേധമാണ് CPM അഴിച്ചുവിട്ടതെന്ന് നമ്മുടെ മുന്നിൽ. തീർച്ചയായും നവമി സൂചിപ്പിക്കുന്നത് പോലെ തന്നെ കേന്ദ്ര അന്വേഷണ സംഘത്തിന് നേരെയുണ്ടായ അതിക്രമം അത് വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെട്ട ഒന്നായി മാറുന്നു. അതിനപ്പുറം ആ കേസിലടക്കം അന്വേഷണം ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. കേന്ദ്ര സേനയുടെ സുരക്ഷ ഉണ്ടായിരുന്നു ED ഉദ്യോഗസ്ഥർക്ക് പരിശോധന നടത്തുമ്പോൾ. അതിനുശേഷം പുറത്തേക്കിറങ്ങിയ ഉദ്യോഗസ്ഥരെ ആണ് കേരള പോലീസിന്റെ കൺമുന്നിൽ വെച്ച് വലിയ തോതിൽ ആക്രമിച്ചത്. ഇപ്പോഴിത് ആ കേസിൽ നിരവധി പേരെ പിടികൂടി കഴിഞ്ഞിട്ടുണ്ട്. അതിൽ ED പിടിമുറുക്കുകയും ഒരു തരത്തിലും ഇവർക്ക് ജാമ്യം അനുവദിക്കരുത് എന്ന വാദമുന്നയിക്കുകയും ചെയ്യുന്ന ഒരു പശ്ചാത്തലം കൂടിയുണ്ട്. ഇപ്പോൾ TG സജിത്ത് കൂടി ചേരുന്നുണ്ട് പൊളിറ്റിക്കൽ ഡെസ്കിൽ നിന്ന്. സജിത്ത്, എന്താണ് ഇതിന്റെ രാഷ്ട്രീയ പ്രാധാന്യമെന്ന് നമ്മൾ ആവർത്തിക്കേണ്ടതില്ല. ഏറ്റവും ഒടുവിൽ ഇത് കൃത്യമായ രാഷ്ട്രീയ ലക്ഷ്യത്തോടു കൂടിയാണ്, CPIഎമ്മിനെ താറടിക്കുന്നതിന് വേണ്ടിയാണ്, അതിനുമപ്പുറത്ത് പിണറായി വിജയനെ കേന്ദ്രീകരിക്കുന്നതാണ് എന്ന വാദമൊക്കെ ആയിരുന്നു CPIഎം ഉന്നയിച്ചത്. അവിടെയും ഈ കോടതി വിധി നിർണായകമായി മാറുന്നുണ്ടല്ലോ. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ നടപടിക്രമങ്ങളിൽ പ്രാഥമികമായി പിഴവുകൾ ഇല്ല. ഒരു കേന്ദ്ര ഏജൻസി എന്ന നിലയിൽ അവർക്ക് അന്വേഷിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ആ അന്വേഷണമാണ് നടക്കുന്നത് എന്ന് നിരീക്ഷിക്കുകയാണ് ഇപ്പോൾ ഹൈക്കോടതി. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ കോടതി ഈ CMRLന്റെ ഹർജി തള്ളുകയും ചെയ്തിട്ടുള്ളത്. ഒരു പക്ഷേ ഈ ഹർജി അംഗീകരിക്കപ്പെട്ടിരുന്നുവെങ്കിൽ രാഷ്ട്രീയമായി CPIഎമ്മിന് അതൊരു പ്രതിരോധം തീർക്കുന്നതിനുള്ള പരിചയമായി മാറുന്ന പശ്ചാത്തലം ഉണ്ടാകുമായിരുന്നു. പ്രത്യേകിച്ച് ഇതാ കണ്ടില്ലേ, കോടതിക്ക് പോലും EDയുടെ പ്രവർത്തനങ്ങളിൽ ബോധ്യപ്പെടുന്നില്ല എന്ന് പറഞ്ഞു നിൽക്കാമായിരുന്നു. പക്ഷേ അങ്ങനെയൊന്നല്ല സംഭവിക്കുന്നത്. ഇത് CPIഎമ്മിനെ കൂടുതൽ പ്രതിരോധത്തിലാക്കുകയല്ലേ. പ്രത്യേകിച്ച് CPIഎമ്മിനകത്ത് തന്നെ ഒരു വിഭാഗത്തിലാണ് എന്തിനാണ് വീണയ്ക്ക് വേണ്ടി ഇത്തരത്തിലൊരു പ്രതിരോധം തീർക്കാൻ പാർട്ടി തയ്യാറാകുന്നത് എന്ന ചോദ്യം ഉന്നയിക്കുന്ന സാഹചര്യം ഇപ്പോഴിതാ ദൃശ്യങ്ങളിൽ കാണുന്നത്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ മേധാവി അടക്കം ഉള്ളവർ യോഗത്തിന് വേണ്ടി പങ്കെടുക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ്. ഞാൻ സജിത്തിലേക്ക് വരുന്നതിന് മുമ്പ് നോമി, ഇപ്പോഴിതാ ഈ യോഗത്തിൽ പങ്കെടുക്കേണ്ടവർ ഏതാണ്ട് പൂർണ്ണമായും എത്തിയിരിക്കുന്നു എന്നാണോ മനസ്സിലാക്കേണ്ടത്? അഭിലാഷ, ED ഡയറക്ടർ അദ്ദേഹം ഡൽഹിയിൽ നിന്നും കൊച്ചിയിലേക്ക് ഇന്നലെ എത്തി. അദ്ദേഹം ഇപ്പോൾ യോഗത്തിനായി കൊച്ചിയിലെ ED എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഓഫീസിലേക്ക് എത്തിയിരിക്കുകയാണ്. കടവന്ത്രയിലെ ഓഫീസിലേക്ക് എത്തിയിരിക്കുകയാണ് രാഹുൽ നവീൻ. അദ്ദേഹം 5 വർഷങ്ങൾക്ക് ശേഷമാണ് വീണ്ടും കൊച്ചിയിലേക്ക് എത്തുന്നത്. അതുകൊണ്ട് തന്നെ ഈ കേസ് എത്രമാത്രം പ്രാധാന്യമുള്ളതാണെന്ന്, EDക്ക് എത്രമാത്രം പ്രാധാന്യമുള്ളതാണ് ഈ കേസെന്ന് നമുക്ക് അദ്ദേഹത്തിന്റെ സന്ദർശനത്തോടുകൂടി തന്നെ മനസ്സിലാകും. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ് ഇനിയിപ്പോൾ ഈ യോഗം പുരോഗമിക്കുന്നത്. അതിൽ കൊച്ചിയിലെ ED ഉദ്യോഗസ്ഥർ, അഭിഭാഷകർ, മറ്റ് EDയുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ അടക്കം പങ്കെടുക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഇപ്പോൾ ഇനി നമ്മൾ അറിയേണ്ടത് എന്താണ് വീണ വിജയനെയും ശശിധരൻ കർത്തയെയും ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുക എന്നതാണ്. അതിൽ വീണ വിജയന്റെ ചോദ്യം ചെയ്യലാണ് മറ്റൊരു രാഷ്ട്രീയ പ്രാധാന്യം കൂടി നിലനിൽക്കുന്നത്. അത്തരത്തിലേക്ക് ഈ ഒരു ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ തന്നെ, അതായത് ED ഉദ്യോഗസ്ഥർക്കെതിരായിട്ടുള്ള ഒരു ആക്രമണം നടന്നപ്പോൾ തന്നെ ഈ ഒരു കേസിൽ അല്ലെങ്കിൽ ഈ ഒരു അന്വേഷണവുമായി ബന്ധപ്പെട്ട് വീണ വിജയൻ ആക്രമണം വലിയൊരു തിരിച്ചടിയാകുമെന്ന് തന്നെയുള്ള വിലയിരുത്തൽ തന്നെയാണ്. എന്തായാലും അദ്ദേഹം കൂടി MD കൂടി കൊച്ചിയിലേക്ക് എത്തുന്നു. അദ്ദേഹം നേരിട്ട് ഈ യോഗത്തിൽ പങ്കെടുക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ അത്രയേറെ ശ്രദ്ധയോടും ഗൌരവത്തോടും കൂടി തന്നെയാണ് ED CMRL എക്സാലോജിക് സാമ്പത്തിക ഇടപാട് മാസപ്പടി കേസ് കണക്കാക്കുന്നതെന്ന് നമുക്ക് നിസ്സംശയം പറയാൻ കഴിയും. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് അല്പസമയം മുമ്പ് കൊച്ചി കടവന്ത്രയിലുള്ള എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഓഫീസിലേക്ക് എത്തിയത്. ഇനി അദ്ദേഹം കൊച്ചിയിലെ തന്നെ ഉദ്യോഗസ്ഥർ ഒപ്പം അഭിഭാഷകർ ചേർന്നുള്ളൊരു യോഗമാണ് അടുത്തതായി നടക്കുന്നത്. ആ യോഗത്തിന് ശേഷമായിരിക്കും വീണ വിജയനെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുന്നത് അടക്കമുള്ള കാര്യങ്ങളിലേക്കൊക്കെ ഒരു അന്തിമ തീരുമാനമുണ്ടാകുക. ഇനിയിപ്പോൾ CMRL സുപ്രീം കോടതിയെ സമീപിച്ചാൽ പോലും അതിനൊരു കാലതാമസമുണ്ടാകും. ആ കാലതാമസത്തിനുള്ളിൽ ഇരുവരെയും ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കാമെന്ന് തന്നെയാണ് ED ഉദ്യോഗസ്ഥർ കണക്കുകൂട്ടുന്നത്. ആ ഒരു കാലതാമസത്തിനുള്ളിൽ ഈ അന്വേഷണം ഒരു പരിധിവരെ പൂർത്തിയാക്കുക എന്നത് തന്നെയാണ് അതിന്റെ അടുത്ത ഘട്ടമായി ഇരുവരെയും ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുക എന്നതാണ്. കഴിഞ്ഞ തവണകളിലെല്ലാം തന്നെ ഈ കോടതികളെ സമീപിക്കുകയും ഈ കേസുമായി ബന്ധപ്പെട്ടൊരു കാലതാമസം
ഇതിന്റെ ഈ ഒരു ഹർജിക്കാർ വരുത്തുകയും ചെയ്തു. അത് തന്നെ ഇഡിയെ സംബന്ധിച്ച വലിയ താമസമായി തുടരുന്നു, അല്ലെങ്കിൽ വെല്ലുവിളിയായി തുടരുന്നു. എന്നാലും നിലവിൽ ഇഡിക്ക് മുന്നിൽ മറ്റ് വെല്ലുവിളികളൊന്നുമില്ല. ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് വരെ ഈ ഒരു അന്വേഷണം അത് അങ്ങനെ തന്നെ പോകട്ടെ എന്ന തീരുമാനത്തിലേക്ക് എത്തുന്ന സാഹചര്യത്തിൽ ഇന്നത്തെ യോഗം അതീവ നിർണായകം തന്നെയാണ്. അഭിലാഷ്, യെസ്, അതാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ഡയറക്ടർ തന്നെ കൊച്ചിയിലേക്ക് എത്തിയിട്ടുണ്ട്. ഏറ്റവും നിർണായകമാകാൻ പോകുന്ന യോഗം ആണ് ചേരുന്നത്. പ്രത്യേകിച്ച് ഇഡിയുടെ പരിശോധനയടക്കം തടസ്സപ്പെടുത്തുന്ന തരത്തിലുള്ള പരിശോധനയ്ക്ക് ശേഷം പുറത്തേക്ക് പോയ വാഹനത്തെ CPIM പ്രവർത്തകർ ആക്രമിച്ച രാഷ്ട്രീയ പശ്ചാത്തലം കൂടിയാണ് ഉള്ളത്. അതേസമയം ഇനി ഈ മാസപ്പടി കേസിൽ ആരെയൊക്കെയാണ് ചോദ്യം ചെയ്യേണ്ടത്, എന്തൊക്കെ വിവരങ്ങളാണ് ശേഖരിക്കേണ്ടത്, വീണയെ ചോദ്യം ചെയ്യലിനായി വിളിപ്പിക്കുമോ, ശശിധരൻ കർത്തയെ ചോദ്യം ചെയ്യുമോ, ഇത്തരം കാര്യങ്ങളിൽ കൂടി നിർണായകമായി തീരുമാനം കൈക്കൊള്ളേണ്ടതുണ്ട്. അതേസമയം CMRനെ സംബന്ധിച്ചിടത്തോളം കോടികളുടെ ആസ്തിയുള്ള കമ്പനിയാണ്. ഇപ്പോൾ ഈ മാസപ്പടി കേസ് തന്നെ കോടിക്കണക്കിന് രൂപ വെളുപ്പിച്ചെടുത്തു എന്നതാണ്. ഈ കേസിന് ആധാരമായി ഇത് തന്നെ 180 കോടി രൂപയുടെ അനധികൃതമായ ഇടപാടുകൾ, അതായത് ഇല്ലാത്ത ചെലവുകൾ പെരുപ്പിച്ച് കാണിച്ച ആദായ നികുതി വകുപ്പിനെ വെട്ടിച്ചു എന്ന ഒരു കണ്ടെത്തലിലും പരിശോധനയിൽ നിന്നുമാണ് ഈ കേസ് ഉണ്ടായിട്ടുള്ളത്. ഇവിടെ ഇതാ സുപ്രീം കോടതിയിൽ നിന്നുള്ള അഭിഭാഷകരെ, അതായത് ഓരോ സിറ്റിങ്ങിനും കോടിക്കണക്കിന് രൂപ വാങ്ങുന്ന സുപ്രീം കോടതി അഭിഭാഷകരെ അടക്കം എത്തിച്ചുകൊണ്ടായിരുന്നു ഈ കേസിൽ വാദപ്രതിവാദങ്ങൾ നടന്നത് എന്നതുകൂടിയാണ് എടുത്തു പറയേണ്ടത്. അതുകൊണ്ട് തന്നെ ഒരു പക്ഷേ ഈ നിമിഷങ്ങളിൽ പോലും സുപ്രീം കോടതിയിൽ ഹർജി നൽകുന്നതിനുള്ള അണിയറ നീക്കങ്ങൾ CMRLന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ടാകാം. മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ഹർജി സുപ്രീം കോടതിയിൽ എത്തിയിട്ടുണ്ടാകാം. അങ്ങനെ മുതിർന്ന അഭിഭാഷകരെ അടക്കം എത്തിച്ചുകൊണ്ട് വാദിച്ച ഒരു കേസാണ് എങ്കിൽ പോലും ഇപ്പോൾ ഇതാ ഈ സിദ്ധാർത്ഥ് ലുത്രയെ പോലെയുള്ളവരുടെ വാദങ്ങൾ ഒന്നും ഹൈക്കോടതി മുഖവിലക്കെടുത്തില്ല എന്നതാണ്. ആ വാദങ്ങളടക്കം തള്ളിക്കൊണ്ടാണ് കോടതിയുടെ നിലപാട് എന്നുള്ളതാണ്. ഞാൻ സജിത്തിലേക്ക് പോകുമ്പോൾ, സജിത്ത്, നേരത്തെ നമുക്കറിയാം ഈ വിവാദത്തിൽ വലിയ പ്രതിരോധമാണ് CPIM തീർത്തുകൊണ്ടിരിക്കുന്നത്. അവിടെ വളരെ നിസ്സാരമായ ഒരു സംശയമാണുള്ളത്. എന്തായിരുന്നു വീണ ടി ഈ CMRL എന്ന കമ്പനിക്ക് നൽകിയ സേവനം? 1,72,00,000 രൂപയുടെ എന്ത് സേവനമാണ് നടത്തിയത്? അതിനുത്തരം വീണയുടെ ഭാഗത്ത് നിന്നുണ്ടായിട്ടില്ല. ഏതെങ്കിലും CMRL ഉദ്യോഗസ്ഥർ നൽകുന്നില്ല. പക്ഷേ അതിനുത്തരം നൽകിക്കൊണ്ടിരിക്കുന്നത് CPIM പ്രവർത്തകരാണ്. അത് വിചിത്രമായ ഉത്തരങ്ങളാണ്. അങ്ങനെയാണ് പ്രതിരോധം തീർത്തുകൊണ്ടിരിക്കുന്നത്. ആ പ്രതിരോധത്തിന് കൂടി ഉണ്ടാകുന്ന ഒരു വിള്ളൽ എന്നു വേണ്ടേ ഇപ്പോഴത്തെ ഹൈക്കോടതിയുടെ ഈ വിധിയെ മനസ്സിലാക്കാൻ? അഭിലാഷ, ഇന്നത്തെ ഹൈക്കോടതി വിധി ഉണ്ടാക്കുന്ന രാഷ്ട്രീയമായ തുടർചലന സാധ്യതയാണ് ഏറ്റവും നിർണായകമാവുക. കാരണം ഇനി അന്വേഷണം കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.